തിരുമേനി, നിന്റെ കൈ എന്റെ മേൽ ഭാരം. നമുക്ക് ഒരു ഭാരവും ഇല്ല, എന്ത് ചെയ്താലും ഒരു ഭാരവും ഇല്ല, ഒരു പ്രശ്നമില്ല, ഇല്ലേ? പക്ഷേ ദാവീദ് പറയാണ്, ഞാൻ എന്റെ പാപം ഞാൻ ഏറ്റു പറയാതിരുന്നപ്പോൾ നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. പാപത്തിന്റെ കുറ്റം ആ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ സഹിക്കാൻ കഴിയാത്തതായിരുന്നു. ഒരു പക്ഷെ അവൻ ദൈവത്തോട് ചോദിച്ചു കാണും. ഞാനിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരു പക്ഷെ ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവ് എനിക്ക് എവിടെയാ പാളിച്ച പറ്റിയത്? നമ്മൾക്ക് ചോദിക്കേണ്ട കാര്യമാണ്, നമുക്ക് എവിടെയാ പാളിച്ച പറ്റുന്നത്, ഇല്ലേ? നമ്മൾ ചോദിക്കത്തില്ല. നമ്മൾ ദാവീദിന്റെ പ്രശ്നമുണ്ട്, എനിക്ക് വചനം അറിയാഞ്ഞിട്ടാണ്, ദാവീദിന്റെ ദൈവവചനം അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ഡു തിങ്ക് ദാറ്റ് അവൻ തന്നെയാണ് ദൈവവചനത്തിന്റെ പല ഭാഗങ്ങൾ എഴുതിയ ആള്, അല്ലേ? ഹി ന്യൂ ദ വേർഡ് ഓഫ് ഗാഡ്. വചനം എഴുതിയും തന്നെയാണോ? അവൻ വചനത്തിൽ രസിക്കാഞ്ഞിട്ടാണോ? അവൻ 119 സങ്കീർത്തനത്തിന്റെ 97 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തോരം അവൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. See, I don't have time to read it. Just try to read it later. Psalms 119 verse 97 onwards. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അത് തേൻകട്ടയിലേക്കാൾ മാധുര്യമേറിയത്. He delights in the law. He knew what the law says and even he delighted in the law. അവൻ വചനം അറിയാമായിരുന്നു, അവൻ വചനത്തിൽ രസിക്കുന്നവനായിരുന്നു, അവൻ വചനത്തെ സ്നേഹിച്ചവനായിരുന്നു, അവൻ വചനം അനുസരിക്കണമെന്ന് ആഗ്രഹമുള്ളവനായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ അവൻ ഓരോ യുദ്ധത്തിന് ശേഷവും യുദ്ധത്തിന് മുമ്പും എന്ത് ചെയ്യുന്നുണ്ട്? യഹോവയോട് ആലോചന ചോദിക്കും, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ? ഐ ഹാവ് മെയ്ഡ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ദ ലൈഫ് ഓഫ് ഡേവിഡ്. എന്തോരം അതുകൊണ്ടാണ് അവൻ ഓരോ സമയത്തും ചോദിക്കുന്നത്, ഞാൻ ഇവരെ പിന്തുടരണമോ? എവിടെ കൂടെ വേണം പോകാനായിട്ട്? എന്താണ് ചെയ്യേണ്ടത്? ഈച്ച് ആൻഡ് എവറിതിങ് ഹി വാസ് സീക്കിംഗ് ദി ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തെ അവൻ ഓരോ നിമിഷങ്ങളിലും ചോദിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ദാവീദ് ഒരു പ്രിറ്റൻഡർ ഒന്നുമല്ല, ഒരു കപടഭക്തനല്ല. വി തിങ്ക് that he was a pretender or he was a hypocrite. No, he always wanted to obey God. എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നിയമം അനുസരിക്കുന്നത് പരാജയപ്പെടുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നമ്മൾ നിയമം അനുസരിക്കുന്നത് പരാജയപ്പെടുന്നു? 51 സങ്കീർത്തനത്തിൽ അവൻ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവൻ പറയാണ്, ഈവൻ മൈ ബർത്ത് ഈസ് എ ഹിൻഡ്രൻസ് ഫോർ ലിവിങ് എ ഹോളി ലൈഫ്. എന്റെ ജനനം പോലും അതിനൊരു തടസ്സമാണ്. എന്റെ ജനനം പോലും അതിനൊരു തടസ്സമാണ്. കാരണം ബൈ ബർത്ത് ഐ ഹാവ് എൻ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ. ജനനം കൊണ്ട് തന്നെ എനിക്ക് പാപത്തോടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. ജനനം കൊണ്ട് തന്നെ, ബൈ ബർത്ത്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അത് ഇറ്റ് ഡസന്റ് സേസ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വാട്ട് സേസ് എന്റെ പ്രകൃതം, ബിക്കോസ് ഐ എം ബോൺ ഓഫ് ആഡം, ഞാൻ ആദാമിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട്, എന്റെ അമ്മ ആദാമ്യ വർഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഫോളൻ നേച്ചർ എനിക്കുണ്ട്. അതാണ് പറയുന്നത്. അതല്ലാതെ വേറെ വലിയ തെറ്റോ കാര്യങ്ങളോ അല്ല പറയുന്നത്. ഹി സേസ് ഈ ഫോളൻ നേച്ചർ ആർക്കുണ്ടായിരുന്നു? ആദാമിൽ നിന്ന് ജനിച്ചവൻ ആദാമിനേക്കാൾ വലിയ ആളാകാൻ പറ്റത്തില്ല. ആദാമിൽ നിന്ന് ജനിച്ചവനെല്ലാം ഉള്ള പ്രശ്നം എന്താണ്? ഫോളൻ നേച്ചറുണ്ട്, വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ബീയിങ്ങിൽ തന്നെ പാപത്തോടുള്ള ആഭിമുഖ്യമുണ്ട്. ആദാമ്യ പ്രകൃതിയിലാണ് ഞാൻ ജനിച്ചത് അല്ലെ ജീവിക്കുന്നത്. അതിന്റെ 6-ാം വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, ട്രൂത്ത് ഇൻ ദി ഇൻവേർഡ് ബീയിങ്. പറയാണ്, ആഴത്തിൽ സത്യത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഞാനീ പറയുന്നുണ്ടെന്ന് അറിയാമോ? ദാവീദിന്റെ ചരിത്രം പഠിക്കാനൊന്നുമല്ല. ഇറ്റ് സേസ് അബൌട്ട് us. അല്ലാതെ വേറെ ആരെയും ഞാനീ പറയുന്നത്, നമ്മളിത്രയും വിഷമിച്ച് പറയുന്നത് എന്നാണെന്നറിയാമോ? 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവീദിന്റെ കാര്യം നമ്മൾ പഠിക്കാന്നുള്ള അർത്ഥത്തിലല്ല. ഈ സ്റ്റോറീസ് എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. We have a fallen nature. And the second thing, truth in the inward being. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അവൻ പറഞ്ഞതെന്നറിയാമോ? I know my inward being is not cleansed. It is not sanctified by truth. സത്യത്താൽ അതെന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെയൊക്കെ പാപങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പ്രവൃത്തികളിലല്ല. നമ്മുടെയൊക്കെ പാപങ്ങൾ അന്തർഭാഗത്തിൽ കിടക്കുകയാണ്. We commit sin and we become a sin. അങ്ങനല്ല, സിന്നർ എന്നുള്ളതല്ല. നമ്മൾ പാപം ചെയ്തൊരു പാപിയായി തീരുകയല്ല. We commit sin because we are sinners, basically. You understand?
നമ്മൾ പാപം ചെയ്ത് 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 ഒരു പാപിയായി തീരുകയല്ല. അന്തർഭാഗത്തിൽ നാം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാപം ചെയ്തു പോകുന്നു. പാപം ചെയ്തു പോകുന്നു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഇനി അടുത്തത് അതിന്റെ 10-ാം വാക്യത്തില്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിർമ്മലമായ ഒരു ഹൃദയം. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് എ റൈറ്റ് സ്പിരിറ്റ്, ഓ ഗാഡ്. അവന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ അർത്ഥം എന്താണ്? കർത്താവേ, ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. മൈ ഹാർട്ട് ഈസ് നോട്ട് ക്ലീൻ ആൻഡ് മൈ സ്പിരിറ്റ് ഈസ് നോട്ട് steadfast, is not a steadfast, or it doesn't have the ability to continue what I am doing. Steadfastness illa. Wavering ആണ്. My spirit is wavering and my heart is not clean. എന്റെ ഹൃദയം നിർമ്മലമല്ല, എന്റെ ആത്മാവ് സ്ഥിരതയുള്ളതല്ല. 51-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ 12-ാം വാക്യത്തില് രണ്ടാമതായിട്ട് പറയുന്നത്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആൻഡ് ഐ ഡു നോട്ട് ഹാവ് എ വില്ലിംഗ് ഹാർട്ട്. ഇതെല്ലാം ഈ ഒരു സങ്കീർത്തനത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും ഒരു ദാവീദ് തന്നെ ഒന്ന് ചോദന ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ജനനം. ആദാമ്യ പ്രകൃതിയിലുള്ള ജനനത്താൽ വീഴ്ച സ്വാഭാവികമാണ്. അതിനെല്ലാം മാർഗം. അതിനുള്ള മാർഗമാണ് ന്യൂ ബർത്ത് എന്ന് പറയുന്നത്. അതിനുള്ള മാർഗമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇഫ് യു ആർ ബോൺ അഗെയിൻ, യു ആർ ഫ്രീ ഫ്രം ആഡമിക് നേച്ചർ. യു അണ്ടർസ്റ്റാൻഡ്? നമുക്കുള്ള പദവികൾ കർത്താവ് തന്നിരിക്കുകയാണ്. വാട്ട് ഓൾ തിങ്സ് ഡേവിഡ് ഫൗണ്ട് ഇൻ ഹിസ് ലൈഫ് ദാറ്റ് വാസ് ലീഡിംഗ് ഹിം ടു fall in sin, and now we can come out of all those things. അതാണ് നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. അവൻ പറഞ്ഞു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ ജനിച്ചപ്പോൾ തന്നെ കിട്ടിയൊരു fallen നേച്ചറാണ്. ഞാൻ വീഴ്ചയുള്ള സ്വഭാവമുള്ളതാണ്. എന്റെ ഇൻക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് സിൻ. ട്രൂ, ദാറ്റ് ഈസ് എ ഫാക്ട്. കള്ളം പറയുന്നതല്ല, സത്യമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞറിയാം, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ഗിവ് എ ന്യൂ ബർത്ത്. നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിനക്കൊരു പുതിയ ജനനം തരാം. And you will be a new creation. ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ എന്തായിത്തീരുന്നു? ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. പഴയത് കഴിഞ്ഞുപോയി. നമുക്ക് പാപരഹിതമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയുന്നതിന്റെ ഏക കാരണം നമ്മളൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിലെ ഒരു മനുഷ്യനും പാപരഹിതമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ പാപത്തോട് പോരാടി നിൽക്കുവാനായിട്ട്, അതിനെ വിജയിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ട് കഴിയത്തില്ല? ബിക്കോസ് എവരിവൺ ഈസ് ബോൺ ഓഫ് ആഡം. ആദാമിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തോട് പോരാടി ജയിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായി തീർന്നാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ആൻഡ് ഹി ഈസ് ഹാവിംഗ് ദ പവർ. അവന്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. വീണ്ടും ജനനത്താൽ നമുക്ക് കിട്ടുന്ന ശക്തി എന്താണെന്നറിയാമോ? പാപത്തോട് പോരാടി അതിനെ വിജയിക്കുവാനുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. അതിനാ വീണ്ടും ജനനം. ദ മോസ്റ്റ് റാഡിക്കൽ തിങ് ഇൻ ദ വേൾഡ് ഈസ് എ ന്യൂ ബോൺ. പുതുതായി ജനിച്ച ഒന്നാണ് വാസ്തവത്തിലുണ്ട് ദ മോസ്റ്റ് റാഡിക്കൽ തിങ്. അത്രയും റാഡിക്കലായിട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് റിനോവേറ്റഡ്, ഇറ്റ് ഈസ് ടോട്ടലി ന്യൂ. പഴയതിനെ റിനോവേറ്റ് ചെയ്തെടുത്തതല്ല, പണിതെടുത്തതല്ല, ഓവറോൾ ചെയ്തെടുത്തതല്ല. എന്താണ്? ബ്രാൻഡ് ന്യൂ ആണ്. ഇറ്റ് ഈസ് ടോട്ടലി ന്യൂ. ആൻഡ് ഈവൻ ദാറ്റ് ബ്രീഡ് ഈസ് നോട്ട് ദ സെയിം. ആ ജനുസിൽപ്പെട്ട ഒരു കാര്യമേ അല്ല. വി ആർ ബോൺ ഓഫ് ആഡം, ബട്ട് നൗ വി ആർ ബോൺ ഓഫ് ഗോഡ്. ദൈവം നിങ്ങളെ ജനിപ്പിച്ചിരിക്കണം. അവന്റെ വിത്ത് അവനിൽ ഉണ്ട്. അവൻ ടെൽ എ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഇറ്റ്, മേ ബി ലേറ്റർ. ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ എല്ലാം കൂടെ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ആൻഡ് ദ ന്യൂ ബർത്ത് ഈസ് ദി ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു ഈച്ച് വൺ ഓഫ് യു. ആൻഡ് ഇഫ് യു ആർ നോട്ട് ബോൺ അഗെയിൻ, ഓൾ അതർ തിങ്സ് ആർ ഫ്യൂട്ടൈൽ. വീണ്ടും ജനിച്ചതല്ലെങ്കിൽ വേറെ ഒരു കാര്യം കൊണ്ട് ഒരു ഗുണവും നമുക്ക് ഉണ്ടാകുന്നില്ല. സോ വാട്ട് ഈസ് എസെൻഷ്യൽ? What is the beginning? What we should look for the first time? It is new birth, new beginning, born again experience. അതുകൊണ്ട് വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്കും ആത്മീയ ജീവിതമൊന്നല്ല, ജീവിക്കാനേ പറ്റത്തില്ല. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി തകർന്നേ പോകത്തുള്ളൂ. വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക് പാപത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും ആവശ്യമായിരിക്കുന്ന, അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഇന്നവിറ്റബിൾ എന്ന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ വാസ്തവത്തിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കിട്ടുന്നതാണ്.
The most inevitable thing in the world for any human being born into this world is new birth. New birth. വീണ്ടും ജനനമില്ലാതെ ആർക്കും ഒന്നും സാധിക്കാൻ പറ്റത്തില്ല. ഇവിടെ ദാവീദ് പറയാണ്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അതൊന്നും സാരമില്ല മോനെ, ഐ എം ഗോയിങ് ടു ഗിവ് യു എ ന്യൂ ബർത്ത്, ഐ എം ഗോയിങ് ടു മേക്ക് യു എ ന്യൂ ക്രിയേഷൻ. ഞാൻ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ പോവുകയാണ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ പോവുകയാണ്. നോ മോർ ദി ഓൾഡ് തിങ്സ്, ദി ഓൾഡ് ഹാസ് ഗോൺ, ദി ന്യൂ ഹാസ് കം. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയത് വരികയാണ്. ഇനി അടുത്തത് അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. പ്രവൃത്തിക്ക് പിന്നിലുള്ള സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. പ്രവൃത്തിയിലെ സത്യമല്ല, പ്രവൃത്തിക്കും പുറത്തുള്ള ഇന്നർ ബീയിങ്ങിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യം. അന്തർഭാഗത്ത് നമ്മൾ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രവൃത്തിയിലേക്കുള്ള അതിന്റെ യാത്രക്കിടയ്ക്ക് നമുക്ക് പലപ്പോഴും അതിനെ തെറ്റിൽ നിന്ന് നമുക്ക് പിന്മാറാനായിട്ട് കഴിയാതെ വരും എന്നല്ല, കഴിയത്തില്ല. അതുകൊണ്ട് ആവശ്യമായിരിക്കുന്ന എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഫാസ്റ്റായിട്ട് പോവുകയാണ്. എന്താണെന്ന് അറിയാമോ? അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ. ദാവീദ് പറയാണ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് ട്രൂ. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? എന്റെ പ്രവൃത്തികളിൽ ഞാൻ തെറ്റൊന്നും ചെയ്യരുതെന്നല്ല, എന്റെ ചിന്തകളുടെയും അപ്പുറത്ത് എന്റെ ബീയിങ്ങില്. ഇവിടെ 32 സങ്കീർത്തനത്തിൽ നമ്മള് ദാവീദ് പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രവൃത്തിയിലല്ല, ആത്മാവിൽ, ഈവൻ മനസ്സിനുമല്ല, അതിനും അപ്പുറത്ത്, മനസ്സിനും അപ്പുറത്ത് നമുക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ഈ പ്രവൃത്തിപഥത്തിൽ വരുന്നത് വരെ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പ്രവൃത്തിപഥത്തിൽ വന്നാൽ തന്നെ മൈൻഡ് ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പ്രവൃത്തിയിൽ പാപം ചെയ്തു കഴിഞ്ഞാൽ പോലും ഇന്ന് നമുക്ക് വലിയൊരു പ്രശ്നമല്ല. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പ്രവൃത്തിയിൽ വന്നാലേ മാക്സിമം നമ്മൾ നോക്കുന്നുള്ളേ ഉള്ളൂ. വിസിബിൾ സിൻ അതൊഴികെ ഇന്ന് ഒരു ചോദ്യമില്ല അല്ലേ? വിസിബിൾ ആയിട്ട് ഒരു കള്ളു കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. ഇപ്പോൾ കള്ളു കുടിക്കുന്നവനും തിരുവത്താഴം കൊടുക്കുന്നുണ്ടോ, അത് വേറെ കാര്യം. ഇല്ലെന്നൊന്നും പറയാം. തിരുവത്താഴം കൊടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയത്തില്ല. എന്നാലും എടുക്കുന്നവരൊക്കെ എനിക്ക് ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, മാക്സിമം നമ്മൾ ഒരാളെ തിരുവത്താഴത്തിൽ നമുക്ക് മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, പിന്നെ സിനിമ വീട്ടിൽ നിന്ന് കാണാം, അത് കുഴപ്പമില്ല. അല്ല, ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം തെറ്റായിട്ടുള്ള നമ്മൾ കണക്കാക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ 2-3 കാര്യം ഒഴികെ വേറെ വല്ലതും പെന്തക്കോസ്തിൽ ഇപ്പൊ തെറ്റുണ്ടോ? എനിക്കത് ഉണ്ടോ? അതൊന്നോ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. അതെ അത് ബുദ്ധിപൂർവ്വം അത് ചെയ്യാൻ കഴിവുള്ളവന് കുഴപ്പമില്ല. അതായത് ആരെ അറിയിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്രമാത്രം ഡിറ്റീരിയറേറ്റഡ് ആയിപ്പോയി എന്നുള്ളതിന്റെ ഒരു തെളിവെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെടുക, പ്രത്യക്ഷത്തിൽ ഇങ്ങനൊരു 4-5 കൂട്ടം കാര്യത്തിൽക്കുള്ളിൽ നമ്മൾ തിരുവത്താഴത്ത് മാറ്റിയെടുക്കുന്ന കുറ്റമായിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കുന്നത് പാപമെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ നമ്മളുടെ ടാബൂസിനെ, അല്ലെങ്കിൽ വേദോസത്തിലെ സത്യങ്ങൾ എന്നുള്ളതല്ല അതിനകത്തെ വിഷയം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഡോഗ്മ ഉണ്ടല്ലോ, ആ ഡോഗ്മയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒഴികെ ബാക്കി എനിത്തിങ് യു ക്യാൻ ഡു. അല്ലേ? എത്ര ദോഷകരമായ ഒരു സ്റ്റേജ് ആണെന്ന് ആലോചിച്ച് നോക്കി. എത്ര ദോഷകരമായ ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ഇന്ന് പാപമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അസൂയ, പക, പിണക്കം, കോപം, ക്രോധം, ചാത്യം, ദ്വന്ദ്പക്ഷം, പാർട്ടി സ്പിരിറ്റ്, സ്വാർത്ഥത. These are not